ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ടെൻഷൻ ഡേ എന്ന് തന്നെ പറയണം. ഞങ്ങളുടെ 4th സെമസ്റ്റർ DLEDൻ്റെ കമ്മീഷനാട്ടോ ഇന്ന് തീരാൻ പോവുകയല്ല. അപ്പം അതിൻ്റെ ടെൻഷനുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, എന്താ പറയുക, എല്ലാം ഉണ്ടോ എന്നൊക്കെ ഒന്നുകൂടെ നോക്കുക കേട്ടോ. എല്ലാം നോക്കി ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഇല്ലാതായി കഴിഞ്ഞാൽ തിരിച്ച് വിരക്കൊക്കെ പാടാം. അപ്പോൾ എല്ലാം പറക്കി ബാഗിലൊക്കെ കുത്തി കയറ്റി സെറ്റ് ചെയ്ത് വെച്ചു. 8:30 ആകുമ്പോഴത്തേന് 8:30 മുമ്പ് സ്കൂളിലെത്തണം. അപ്പം അതൊക്കെ ഒന്നുകൂടെ കൊണ്ടുവന്ന് നോക്കി എല്ലാം സെറ്റാക്കിയിട്ട് എന്താ പറയുക, ഞാൻ പോയൊരു കട്ടനടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എൻ്റെ സൽപുത്രൻ എഴുന്നേറ്റു. അയാളുടെ പണികളൊക്കെ നോക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ഇന്ന് യൂണിഫോം സാരിയാണ്, അസംബ്ലിയൊക്കെ ഉണ്ടല്ലോ. അപ്പം യൂണിഫോം സാരി മറക്കാതെ ID കാർഡൊക്കെ എടുത്ത് വെച്ചു, റെഡിയായി. ഇനി ഞങ്ങൾ പോവുക. രാവിലത്തെ കഴിപ്പൊക്കെ കിടക്കുക. അങ്ങനെ സ്കൂളിലെത്തി. നേരത്തെ എത്തി ഞാൻ, എന്തോ പറ്റിയോ ആവോ. ഇത് ഞങ്ങളുടെ ക്ലാസ്സാണ്. ഇത് ഞങ്ങൾ ചെയ്ത സാധനങ്ങളെല്ലാം എക്സിബിഷൻ പോലെ ഇവിടെ അടുക്കി വെച്ചിരിക്കുക. അവർ കമ്മീഷൻ ബോർഡ് വരുമ്പോൾ കാണാൻ. അപ്പുറത്ത് ഫയൽ നോക്കാൻ വേറെ ക്ലാസ് ഉണ്ട്. അപ്പം ഉള്ള സ്ഥലത്ത് എല്ലാവരും ഇരിക്കുക. അപ്പം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇവിടെ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ടെൻഷനാണ്, നുള്ളി പറക്കോ എല്ലാം ഉണ്ടോ, ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ ലാപ്പും കൊണ്ട് കിടക്കുക. അതുപോലെ രാവിലെ അസംബ്ലി ഉണ്ട്. അപ്പോൾ ആ അസംബ്ലി സ്പീച്ച് തൊട്ട് ആ ടെൻഷൻ എല്ലാവർക്കും. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് എടുക്കാനൊക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ക്ലാസ്സിലുള്ളപ്പോൾ ഉള്ള വീഡിയോസേ വെക്കൂ. അപ്പോൾ അതിനിടയ്ക്കൂടെ കമ്മീഷൻ്റെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി. 10 മണിയാകുമ്പോൾ അസംബ്ലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ടെൻഷനിടയ്ക്ക് നമ്മുടെ വീഡിയോ ഓടണമല്ലോ. അങ്ങനെ നമ്മളെ വീഡിയോ എടുത്തു. എന്താ പറയുക, വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. എല്ലാവരും ഇരുന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ സ്പീച്ചിൻ്റെ ഒരാൾ ഇതിനിടയ്ക്ക് ഇരിപ്പുണ്ട് അസംബ്ലിക്ക്. അയാൾ അതിൻ്റെ ടെൻഷൻ അയാളുടെ ഫേസിൽ. അപ്പം ഇതൊക്കെ കഴിഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ റെഡിയാക്കിയ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുക. ഇത് ചെറിയൊരു പച്ചക്കറി തോട്ടം. അങ്ങനെ അസംബ്ലി കഴിഞ്ഞു. അതിനിടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാനൊത്തില്ല. അസംബ്ലി കഴിഞ്ഞു. ക്ലാസ് എടുക്കേണ്ടവരുടെ പേര് അവർ അപ്പം പറഞ്ഞു. ക്ലാസ്സും കഴിഞ്ഞു. ടീച്ചേഴ്സ് ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് പറയുകയാണ്. അപ്പോഴത്തേനും ചർച്ച വീണ്ടും. ഇനി എന്താണ് അവർ പറയുക. അപ്പോൾ ക്ലാസ് എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ എഴുതി കൊടുക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. മാറങ്ങോട്ട് വീഡിയോ എടുത്തതിന് വഴക്ക് പറഞ്ഞു. എന്താ പറയുക, കഴിഞ്ഞു കമ്മീഷൻ കഴിഞ്ഞു എന്നാണ് അവൾ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഞങ്ങളോട് ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു. ഫുഡ് കഴിച്ചു. ക്ലാസ്സിലൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും വരാന്തയെ കൊണ്ട് നിരന്നിരുന്ന് ഫുഡ് കഴിപ്പ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇനി ഡോക്യുമെൻറ്റേഷനാണ്. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ കാണിക്കാനായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ ഇരുത്തി. അവർ വരും. അപ്പോഴത്തേനും സെറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി എല്ലാവരും വന്നിരുന്നു. അങ്ങനെ ഒരുവിധം എന്താ പറയുക, അണഞ്ഞു. ഇത് ചുമ്മാ അഭിനയമാണ്. ഫയലെടുത്ത് വെച്ച് എന്താ പറയുക, ഇങ്ങനെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങളുടെ ഫേസിലുണ്ടല്ലോ സീരിയസ്നെസ്. അപ്പോൾ എല്ലാവരും ചുമ്മാ ഓരോരോ രസങ്ങൾ. ഇതൊക്കെ ഇനി ഓർമ്മകളല്ലയോ. അതിനിടയ്ക്ക് കൂടെ അവർക്ക് ചായ ഇടാൻ കയറിയപ്പോൾ അവിടെ ടാങ്ക് കലക്കി കുടിക്കും. എല്ലാവരും ഉണ്ട്. എല്ലാവരുടെയും മുഖം കാണുമല്ലോ. ആരും അറിയാതെ ചെയ്തത് ഇങ്ങനെ വീഡിയോ ഇട്ട് എല്ലാവരും അറിയിക്കണം. കള്ളനെ തെളിവോടെ പൊക്കണം. കമ്മീഷൻ ഇടയ്ക്കൊന്നൊരു അതിഥി കേട്ടോ. അത് ആ ചെറുക്കൻ്റെ ദേഹത്തോട്ടിട്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പറക്കി കെട്ടി പോവുക. ബൈ. അതിനിടയ്ക്കൂടെ ഞങ്ങൾ പോയൊരു ഷാർജ അടിച്ചു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി എക്സാം കൂടെ കഴിയുമ്പോൾ തീർന്നു ഞങ്ങളുടെ എന്താ പറയുക നല്ലൊരു സ്വപ്നയാത്ര. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.